വാട്സപ്പിൽ ഇങ്ങനൊരു മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഹെഡിങ് ടൈപ്പ് ചെയ്ത് താഴെ ഒന്നിട്ട് ടൈപ്പ് ചെയ്യും. രണ്ടാമത്തെ എഴുതാൻ രണ്ടിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നമ്പർ ഇട്ട് ചെയ്യേണ്ടതിന് പകരം ആദ്യം ഒന്നെഴുതി ഒരു ഡോട്ട് ഇട്ട് ഒരു സ്പേസ് കൂടി കൊടുത്താൽ അടുത്തത് ടൈപ്പ് ചെയ്യാൻ നമ്മൾ ഇനി രണ്ട് എഴുതേണ്ട, ഓട്ടോമാറ്റിക്കായി വരും. ഇങ്ങനെ താഴേക്ക് എഴുതാൻ സാധിക്കും. ഇതുപോലെ ഒരു സ്റ്റാർ ഇട്ട് സ്പേസ് ഇട്ടാൽ ഇങ്ങനെയും ലിസ്റ്റ് ഉണ്ടാക്കാം. ചില സാഹചര്യങ്ങളിലെങ്കിലും വാട്സപ്പ് ചാറ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. അതിങ്ങനെ ആവശ്യമുള്ള ഭാഗങ്ങൾ 2-3 തവണയായിട്ടാണ് നമ്മൾ എടുക്കാറ്. ഇനി അങ്ങനെ ചെയ്യേണ്ട. ആവശ്യമുള്ള ഭാഗങ്ങൾ മുഴുവനും ഒറ്റ സ്ക്രീൻഷോട്ടായി എടുക്കാം. സ്ക്രീൻഷോട്ട് തുടങ്ങേണ്ട ഭാഗത്തെത്തി സാധാരണ പോലെ സ്ക്രീൻഷോട്ട് എടുക്കുക. ശേഷം താഴെ ലോങ് സ്ക്രീൻഷോട്ട് എന്ന് കാണാം. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ സ്ക്രോൾ എന്നോ ക്യാപ്ചർ മോർ എന്നോ ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് സ്ക്രോൾ ആവുന്നത് കാണാം. അത്രയും ഭാഗം ഓട്ടോമാറ്റിക്കായി സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് തന്നെ സ്വയം സ്ക്രോൾ ചെയ്ത് ആവശ്യമുള്ള ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. വാട്സപ്പിൽ മാത്രമല്ല ഏതൊരു സ്ക്രീൻഷോട്ടും ഇങ്ങനെ എടുക്കാൻ കഴിയുന്നതാണ്. ഗാലറി ഓപ്പൺ ചെയ്താൽ നിങ്ങളെടുത്ത സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണാവുന്നതാണ്. വാട്സപ്പ് തുറന്നാൽ തന്നെ ആർക്കൈവ്ഡ് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ആർക്കൈവ് സെറ്റിംഗ്സ് എടുക്കുക. ശേഷം കീപ് ചാറ്റ്സ് ആർക്കൈവ്ഡ് എന്നുള്ളത് ഓഫാക്കി വയ്ക്കുക. ഇപ്പോൾ ഇവിടെ നിന്നും ആർക്കൈവ്ഡ് ഹൈഡ് ആയിട്ടുണ്ടായിരിക്കും. ഇത് തിരിച്ചെടുക്കാൻ മുകളിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. താഴെ ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കീപ് ചാറ്റ്സ് ആർക്കൈവ്ഡ് എന്നത് ഓൺ ചെയ്താൽ മതി. വാട്സപ്പിൽ ഇങ്ങനെ ഒരു ടീമിൽ നമ്മളുടെ പേരും ചേർക്കാൻ ഇനി അതുപോലെ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായി പേര് ആഡ് ചെയ്യാൻ ആ മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മുകളിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കോപ്പി കൊടുക്കുക. മെസ്സേജ് അയക്കുന്ന ഭാഗത്ത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ പേസ്റ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇനി അടുത്തതായി നിങ്ങളുടെ പേരും ചേർത്ത് സെൻഡ് ചെയ്യാൻ സാധിക്കും. ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ട ആളുടെ കോൺടാക്റ്റ് വാട്സപ്പിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. സെൻഡ് യുവർ കറന്റ് ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ സിമ്പിളായി ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞു. അവർ ഈ ലൊക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമ്മുടെ വീടും നാടും ഒക്കെ കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഏരിയയും കാണാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെ ലൈവ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. നേരത്തെ ചെയ്തപോലെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നത് സെലക്ട് ചെയ്യുക. താഴെ 3 സമയങ്ങൾ കാണാം. ഇപ്പോൾ 1 അവർ കൊടുക്കുകയാണെങ്കിൽ അത്രയും സമയം നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നും എവിടെ എത്തിയെന്നുമുള്ള ലൈവ് അപ്ഡേഷൻ മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും. ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഷെയറിംഗിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോപ്പ് കൊടുക്കാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.